മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. എ പാർട്ടിക്കിൾ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, എ പാർട്ടിക്കിൾ മൂവിംഗ് ഫ്രം ടൈം t is equal to 0 and its coordinate is given by x of t is equal to 4t cube minus 3t. സോ അവർ ഡിസ്പ്ലേസ്മെന്റിന്റെ റിലേഷൻ തന്നിട്ടുണ്ട് 4t ക്യൂബ് മൈനസ് 3t. ഇനി ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം എന്താണ്? ദ പാർട്ടിക്കിൾ റിട്ടേൺ ടു ദ ഒറിജിനൽ പൊസിഷൻ 0.86 യൂണിറ്റ് ലേറ്റർ. ഇത്രയും ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനലിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒറിജിനലിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നല്ലേ നമ്മൾ ഒറിജിൻ എന്ന് പറയാറ്. അപ്പോൾ ഇയാൾ ഒറിജിനിലേക്ക് തിരിച്ചു വരുന്ന ടൈം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, എക്സിന് 0 കൊടുക്കാം. അപ്പോൾ അതാണ് ഒറിജിൻ. ആ സമയത്ത് എത്ര ടൈം എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പോരെ, അതാണ് ഒറിജിനിലേക്ക് എത്താൻ എടുക്കുന്ന സമയം. അതുകൊണ്ട് നമുക്ക് എക്സിന് 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ 0 ഈസ് ഈക്വൽ ടു 4t ക്യൂബ് മൈനസ് 3t ഓർ 4t ക്യൂബ് ഈസ് ഈക്വൽ ടു 3t ആണ്. ഒരു ടിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ t സ്ക്വയർ വരും. Therefore t square is equal to 3 divided by 4. 3 സ്ക്വയറിന്റെ വാല്യൂ എത്ര? 3/4 ആണ്. ഓർ t is equal to √3/√4. √4ന്റെ വാല്യൂ 2. √3 മീൻസ് 1.73 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 0.88 എന്ന് വരും. 0.88. അപ്പോൾ അത് കറക്റ്റ് ആണ് അല്ലേ? ഓപ്ഷൻ എ ശരിയാണ്. അതായത് ഒറിജിനലിലേക്ക് എത്താൻ എത്ര ടൈം എടുക്കുന്നുണ്ട്? 0.88 സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് അത്രയും ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എ ശരിയാണ്. രണ്ടാമത് എന്താ പറയുന്നത്? ദ പാർട്ടിക്കിൾ ഈസ് 1 മീറ്റർ. ദ പാർട്ടിക്കിൾ ഈസ് 1 മീറ്റർ അവേ ഫ്രം ദ ഒറിജിൻ അറ്റ് ദ ടേണിംഗ് പോയിന്റ്. ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ടേൺ ചെയ്ത് തിരികെ വരുന്നുണ്ട്. ആ തിരികെ വരുന്ന 1 മീറ്റർ ആണെന്നുള്ളത്, അതായത് ഒരു യൂണിറ്റ് എത്തുമ്പോഴാണ് ഇയാൾ തിരികെ വരുന്നത്. അപ്പോൾ ഇയാൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ പോയി 1 മീറ്റർ എത്തി. 1 മീറ്റർ എത്തിയപ്പോഴാണ് ഇത് തിരികെ വരുന്നത്. ഇത് റിട്ടേൺ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെങ്ങനെ എനിക്ക് മനസ്സിലായി എന്നറിയോ? ഇതിൽ മൈനസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം ആദ്യം എന്താണ്? മൈനസ് അല്ലേ? അതിൻ്റെ അർത്ഥം ആദ്യം ടൈം ഇങ്ങനെ കൂടും തോറും ഇയാൾ മുന്നോട്ട് പോകും. പിന്നെ മൈനസ് ആയതുകൊണ്ട് തിരികെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി വരുന്നുള്ളൂ. ഒരിക്കലും ഇയാൾ ഒറിജിനലിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് ഒരു കാര്യം എന്താണ്? ആദ്യം t ക്യൂബ് ഉള്ളതുകൊണ്ട് ആദ്യം ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്യും, മുന്നോട്ട് പോകും. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇയാൾ തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ തിരികെ വരുന്നുണ്ട്. ഇനി തിരികെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ തിരിച്ചു വരുന്ന സമയത്ത് ഡയറക്ഷൻ മാറില്ലേ? ആ ഇൻസ്റ്റന്റിൽ അതിന്റെ വെലോസിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇപ്പൊ നിങ്ങളോട് ഇവിടുന്ന് ഓടിയിട്ട് അവിടെ ഉള്ള ഒരു ചുമരിനെ വാളിനെ ടച്ച് ചെയ്തിട്ട് തിരികെ വരാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? നല്ല സ്പീഡിൽ ഓടിയിട്ട് ആ വാളിനെ ടച്ച് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ ഇൻസ്റ്റന്റിൽ നിങ്ങളെ വെലോസിറ്റി എന്തായിട്ട് മാറും? 0. നിങ്ങൾക്ക് ഒരിക്കലും വെലോസിറ്റി 0യിലേക്ക് കൊണ്ടുവരാതെ തിരികെ വരാൻ പറ്റില്ല. ആ ഒരു സെക്കൻഡിൽ നിങ്ങൾ ഒന്ന് മെല്ലെ നിന്നിട്ടല്ലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടേൺ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വെലോസിറ്റി 0 ആകുന്നതാ. അപ്പൊ ഇൻഡയറക്ട്ലി അവർ ചോദിച്ച കാര്യം എന്താണ്? വെലോസിറ്റി 0 ആകാൻ എടുക്കുന്ന സമയമാണ്. വെലോസിറ്റി 0 ആകുമ്പോഴാണ് ഇയാൾ ടേൺ ചെയ്യുക. ഓക്കെ, എല്ലാ സമയത്തും വെലോസിറ്റി 0 ആകുമ്പോഴല്ല ടേൺ ചെയ്യുക. പക്ഷെ ടേൺ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും വെലോസിറ്റി എന്തായിട്ട് മാറും? 0. അപ്പോൾ ആദ്യം നമുക്ക് വെലോസിറ്റി കാണാം. വെലോസിറ്റി കാണണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. Therefore we know that dx divided by dt ആണ് വെലോസിറ്റി. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 4t ക്യൂബിന്റെ ഡെറിവേറ്റീവ് 12t സ്ക്വയർ മൈനസ് 3. ഇതല്ല വെലോസിറ്റി. ടേൺ ചെയ്യണമെങ്കിൽ വെലോസിറ്റിന്റെ വാല്യൂ 0 ആയിരിക്കണം. അപ്പം 12t സ്ക്വയർ മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആകും. അതുകൊണ്ട് t സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/4 ഓർ ടൈം ഈസ് ഈക്വൽ ടു 1/2. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1/2 ആയില്ലേ? അപ്പോൾ ഇയാൾ തിരിച്ചു വരുന്ന ടൈം എത്രയാണ്? 1/2 സെക്കൻഡ് കൊണ്ട് ഇയാൾ തിരികെ വരുന്നുണ്ട്. ഓക്കെ, ആ ടൈം അല്ല എന്നോട് ചോദിച്ചത്, പൊസിഷനാണ്. ഇപ്പൊ ഈ കിട്ടിയ ടൈം ഉണ്ടല്ലോ, ആ ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഏത് ടൈമിലാണ് ഇയാൾ തിരികെ വരുന്നത്? 1/2 ആണ്. ആ ടൈം നമുക്ക് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore we can write x is equal to 4 into t ക്യൂബ് അല്ലേ? ടൈമിന്റെ വാല്യൂ 1/2 ആണ്. അപ്പോൾ 1/2ന്റെ ക്യൂബ് എടുത്തിട്ടുണ്ടെങ്കിൽ 1/8 വരും. -3 ഇൻറ്റു ടൈമിന് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം? 1/2 എന്ന് എഴുതാം. അപ്പോൾ 1/2 തിരികെ വരുന്നത്. ആ സമയത്തിൽ ഉള്ള ഇയാളുടെ ലൊക്കേഷൻ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. Therefore we can write 1/2 minus 3 divided by 2 that is equal to -1 മീറ്റർ. അതിന്റെ അർത്ഥം -1 മീറ്റർ മീൻസ് ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഒറിജിൻ, ഇതാണ് ഒറിജിൻ, ഇത് -1 മീറ്റർ. ഈ -1 ഇങ്ങനെ പോയിട്ട് -1 എത്തുമ്പോഴാണ് ഇയാൾ തിരികെ വരുന്നത്.
ഓക്കെ, അപ്പൊ എന്താണ് അവർ പറയുന്നത്? ദ പാർട്ടിക്കിൾ ഈസ് 1 മീറ്റർ അവേ ഫ്രം ദ ഒറിജിൻ അറ്റ് ദ ടേണിംഗ് പോയിന്റ്. കറക്റ്റാ, മൈനസിന്റെ അർത്ഥം ലെഫ്റ്റ് എന്നുള്ളൂ, മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1 ആണ്. ആ 1 മീറ്ററിൽ എത്തുമ്പോഴാണ് ഇയാൾ തിരികെ റിട്ടേൺ വരുന്നത്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് നോൺ നെഗറ്റീവ്. ആക്സലറേഷൻ എന്താണ്? നോൺ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ എപ്പോഴും പോസിറ്റീവ് ആണെന്നുള്ള കാര്യം നമ്മൾ വെലോസിറ്റി നേരത്തെ കണ്ടുപിടിച്ചില്ലായിരുന്നോ? വെലോസിറ്റിന്റെ വാല്യൂ എത്രയായിരുന്നു? 12t² -3. ഇതിനെ ഒന്നും കൂടിയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ കാണാൻ പറ്റും. therefore 24t -3 0 ആയിട്ട് മാറും. അപ്പൊ ഇതാണ് അതിന്റെ ആക്സലറേഷൻ. സോ ഇവിടെ നോക്ക്, നമ്മൾ മനസ്സിലാക്കി 24t ആണ്. ഇറ്റ് ഈസ് എ പോസിറ്റീവ്. 24ഉം പോസിറ്റീവ്, ടിയും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ആക്സലറേഷൻ എപ്പോഴും എന്താണ്? ഒരു പോസിറ്റീവ് ആണ്. ഓക്കെ, സോ എയും ബിയും ഓൾറെഡി ശരിയാന്ന് പറഞ്ഞു. സിയും എന്താണ്? ശരിയാണ്. ആക്സലറേഷൻ ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഇനി ഡി പറയുന്നത് പാർട്ടിക്കിൾ ഈസ് 0.5 മീറ്റർ യൂണിറ്റ് അവേ ഫ്രം ദ ഒറിജിൻ അറ്റ് ദ ടേണിംഗ് പോയിന്റ്. അത് തെറ്റാണ്. ടേണിങ്ങിന്റെ സമയത്ത് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇത് എവിടെയാന്നുള്ള കാര്യം. അത് 1-ലാന്നുള്ള കാര്യം. അത് ഓൾറെഡി 1-ലാന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതല്ലേ. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി ഡി തെറ്റാണ്. 0.5-ലല്ല ടേൺ ചെയ്യുന്നത്. ലാസ്റ്റ് പറയാണ് പാർട്ടിക്കിൾ നെവർ റിട്ടേൺ ബാക്ക്. അതും തെറ്റാണ്. റിട്ടേൺ ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി. അത് 1 മീറ്ററിലാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതൊക്കെയാ ശരി? എയും ബിയും സിയും കറക്റ്റ് ആണ്. ബാക്കി രണ്ടും എന്താണ്? തെറ്റാണ്. therefore ഓപ്ഷൻ 2 is a correct answer.